ഏറ്റവും വ്യാപകമായി ഉപയോഗിക്കപ്പെടുന്നതും വൈവിധ്യമാർന്നതുമായ ടെക്നിക്കൽ ഇൻഡിക്കേറ്റേഴ്സിൽ ഒന്നാണ് ബോളിഞ്ചർ ബാൻഡ്സ്. സ്റ്റോക്കുകൾ, ഓപ്ഷനുകൾ, ഫ്യൂച്ചറുകൾ എന്നിവയിലെ വില വ്യതിയാനങ്ങൾ, ബ്രേക്ക്ഔട്ടുകൾ, റിവേഴ്സലുകൾ എന്നിവ കൃത്യമായ നമ്പറുകളുടെ അടിസ്ഥാനത്തിൽ മനസ്സിലാക്കാൻ ഇവ ട്രേഡേഴ്സിനെ സഹായിക്കുന്നു. ഇതൊരു വോളറ്റിലിറ്റി ബേസ്ഡ് ഇൻഡിക്കേറ്റർ ആണ്. ഇതിൽ ഒരു സിമ്പിൾ മൂവിംഗ് ആവറേജും ഒരു അപ്പർ ബാൻഡ്, ഒരു ലോവർ ബാൻഡ് എന്നിങ്ങനെ 3 ലൈനുകൾ അടങ്ങിയിരിക്കുന്നു. വിപണിയിലെ വോളറ്റിലിറ്റി കൂടുന്നതിനനുസരിച്ച് ഈ ബാൻഡുകൾ തമ്മിലുള്ള അകലം വർദ്ധിക്കുകയും വോളറ്റിലിറ്റി കുറയുമ്പോൾ അവ ചുരുങ്ങുകയും ചെയ്യുന്നു. ഓവർബോട്ട്, ഓവർസോൾഡ് നിലകൾ തിരിച്ചറിയുന്നതിനും വിപണിയിലെ വരാനിരിക്കുന്ന വലിയ മാറ്റങ്ങൾ മുൻകൂട്ടി കാണുന്നതിനും ട്രേഡർമാർ ബോളിഞ്ചർ ബാൻഡുകളെ പ്രധാനമായും ആശ്രയിക്കുന്നു. 1980കളിൽ ജോൺ ബോളിഞ്ചർ എന്ന വ്യക്തിയാണ് ഈ ട്രേഡിംഗ് രീതി വികസിപ്പിച്ചെടുത്തത്. മാർക്കറ്റിലെ മാറ്റങ്ങൾക്കനുസരിച്ച് സ്വയം മാറാൻ കഴിയുന്ന ഒരു സംവിധാനമായാണ് അദ്ദേഹം ഇത് തയ്യാറാക്കിയത്. ഇന്ന് ലോകത്തെ മിക്കവാറും എല്ലാ ട്രേഡിംഗ് പ്ലാറ്റ്ഫോമുകളിലും ഇതൊരു പ്രധാന സൂചകമായി ഉപയോഗിക്കുന്നുണ്ട്. ബോളിഞ്ചർ ബാൻഡുകൾ പ്രധാനമായും 3 വരകൾ ചേർന്നതാണ്. ഇതിൽ നടുവിലത്തെ വര കഴിഞ്ഞ 20 ദിവസത്തെ ശരാശരി വിലയെ കാണിക്കുന്നു. ഈ ശരാശരി വിലയോടൊപ്പം നിശ്ചിത അളവ് കൂട്ടിയും കുറച്ചും യഥാക്രമം മുകളിലത്തെയും താഴത്തെയും ബാൻഡുകൾ കണക്കാക്കുന്നു. ലളിതമായി പറഞ്ഞാൽ മാർക്കറ്റിലെ വിലയിൽ ഉണ്ടാകുന്ന ചെറിയ മാറ്റങ്ങൾ പോലും കൃത്യമായി തിരിച്ചറിയാൻ ഈ 3 വരകൾ ട്രേഡർമാരെ സഹായിക്കുന്നു. ട്രേഡിംഗിലെ വില വ്യതിയാനങ്ങളും പുതിയ അവസരങ്ങളും എളുപ്പത്തിൽ മനസ്സിലാക്കാൻ സഹായിക്കുന്ന ഒരു സൂചകമാണ് ബോളിഞ്ചർ ബാൻഡുകൾ. ഇതിലെ 3 വരകൾ തമ്മിൽ വളരെ അടുത്ത് വരുന്നത് മാർക്കറ്റ് ശാന്തമാണെന്നും ഉടനെ തന്നെ വിലയിൽ വലിയൊരു മാറ്റം അഥവാ ബ്രേക്ക്ഔട്ട് ഉണ്ടാകാൻ സാധ്യതയുണ്ട് എന്നും സൂചിപ്പിക്കുന്നു. വില മുകളിലത്തെ വരയെ തൊടുകയാണെങ്കിൽ അത് ഓവർബോട്ട് എന്നും താഴത്തെ വരയെ തൊടുകയാണെങ്കിൽ അത് ഓവർസോൾഡ് എന്നും അറിയപ്പെടുന്നു. എങ്കിലും വില ഒരു ബാൻഡിനെ തൊട്ടു എന്നതുകൊണ്ട് മാത്രം ട്രെൻഡ് മാറണമെന്നില്ല. ശക്തമായ കുതിപ്പിലോ ഇടിവിലോ വില ആ ബാൻഡിനൊപ്പം തന്നെ മുന്നോട്ട് പോകാനും സാധ്യതയുണ്ട്. മികച്ച ലാഭം ഉറപ്പാക്കാൻ RSI, MACD തുടങ്ങിയ പുതിയ ടൂളുകൾ കൂടി ബോളിഞ്ചർ ബാൻഡിനൊപ്പം ഉപയോഗിക്കുന്നത് നല്ലതാണ്. ബോളിഞ്ചർ ബാൻഡുകൾ ഉപയോഗിച്ചുള്ള പ്രധാനപ്പെട്ട 2 ട്രേഡിംഗ് തന്ത്രങ്ങളുണ്ട്: മീൻ റിവേർഷൻ സ്ട്രാറ്റജിയും ട്രെൻഡ് ഫോളോവിംഗ് സ്ട്രാറ്റജിയും. മാർക്കറ്റ് സൈഡ്വേഴ്സ് ആയി പോകുന്ന സമയത്താണ് മീൻ റിവേർഷൻ സ്ട്രാറ്റജി ഏറ്റവും കൂടുതൽ ഫലപ്രദമാകുന്നത്. വില മുകളിലത്തെ ബാൻഡിലോ താഴത്തെ ബാൻഡിലോ എത്തിയാൽ അത് തിരികെ നടുവിലത്തെ ലൈനിലേക്ക് തന്നെ വരുമെന്നതാണ് ഇതിന്റെ അടിസ്ഥാനം. ഈ രീതിയിൽ താഴത്തെ ബാൻഡിനടുത്ത് നിന്ന് വാങ്ങുകയും മുകളിലത്തെ ബാൻഡിനടുത്ത് വിൽക്കുകയും ചെയ്യാം. നടുവിലത്തെ ലൈനിൽ എത്തുമ്പോൾ ലാഭം എടുക്കാവുന്നതാണ്. ട്രെൻഡ് ഫോളോയിങ് സ്ട്രാറ്റജി മാർക്കറ്റ് ഒരു പ്രത്യേക ദിശയിലേക്ക് ശക്തമായി നീങ്ങുമ്പോഴാണ് ഉപയോഗിക്കുന്നത്. ഒരു ബ്രേക്ക്ഔട്ട് ഉണ്ടാകുന്നത് വോളിയം പരിശോധിച്ച് ഉറപ്പുവരുത്തിയ ശേഷം ആ ദിശയിലേക്ക് ട്രേഡ് എടുക്കാം. ഇതിൽ ട്രെൻഡ് മാറുന്നത് വരെ ലാഭം എടുക്കാതെ മുന്നോട്ടു പോകാൻ ട്രെയിലിംഗ് സ്റ്റോപ്പ് ലോസ് രീതി ഉപയോഗിക്കാവുന്നതാണ്. കൂടാതെ ഓപ്ഷൻ ട്രേഡിംഗിൽ വോളറ്റിലിറ്റി കൂടുമെന്ന് പ്രതീക്ഷിക്കുന്ന സമയത്ത് സ്ട്രാഡിൽ, സ്ട്രാങ്കിൾ തുടങ്ങിയ തന്ത്രങ്ങൾക്കൊപ്പവും ഇത് മികച്ച രീതിയിൽ ഉപയോഗിക്കാം. ബോളിഞ്ചർ ബാൻഡുകൾ ഉപയോഗിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട ചില കാര്യങ്ങൾ കൂടിയുണ്ട്. അതായത് എല്ലാ ബ്രേക്ക്ഔട്ടുകളും ശരിയാണെന്ന് കണ്ണടച്ച് വിശ്വസിക്കരുത്. പലപ്പോഴും വോളിയം കുറവാണെങ്കിൽ ഇവ തെറ്റായ സിഗ്നലുകൾ അഥവാ ഫാൾസ് ബ്രേക്ക്ഔട്ട്സ് നൽകിയേക്കാം. മാർക്കറ്റിന്റെ പൊതുവായ പോക്ക് ശ്രദ്ധിക്കാതെ ബാൻഡുകളെ മാത്രം ആശ്രയിക്കുന്നതും എല്ലാ സ്റ്റോക്കുകൾക്കും ഒരേ സെറ്റിംഗ്സ് ഉപയോഗിക്കുന്നതും ഗുണകരമല്ല. മാർക്കറ്റിൽ വലിയ ചലനങ്ങൾ ഇല്ലാത്തപ്പോൾ നിർബന്ധപൂർവ്വം ട്രേഡ് എടുക്കാൻ ശ്രമിക്കരുത്. ചില സമയങ്ങളിൽ ട്രേഡ് ചെയ്യാതിരിക്കുന്നതാണ് ഏറ്റവും നല്ല ലാഭം. ബോളിഞ്ചർ ബാൻഡിനൊപ്പം RSI, MACD, മൂവിംഗ് ആവറേജസ്, ക്രോസ് ഓവേഴ്സ് എന്നിവ കൂടി ഉപയോഗിക്കുന്നത് ട്രേഡിംഗിലെ കൃത്യത വർദ്ധിപ്പിക്കും. ഓപ്ഷൻ ട്രേഡിംഗിൽ ലാഭം കൂട്ടാൻ ഓപ്ഷൻ ചെയിൻ, ഇംപ്ലൈഡ് വോളറ്റിലിറ്റി എന്നിവ കൂടി പരിശോധിക്കുന്നതും നല്ലതാണ്. ഇത്തരത്തിൽ ബോളിഞ്ചർ ബാൻഡിനെ മറ്റ് ഇൻഡിക്കേറ്ററുകളുമായി ചേർത്ത് ഉപയോഗിക്കുന്നത് റിസ്ക് കുറയ്ക്കാനും കൂടുതൽ ലാഭം ഉണ്ടാക്കാനും സഹായിക്കും. ബോളിഞ്ചർ ബാൻഡുകൾ ഉപയോഗിക്കുമ്പോൾ റിസ്ക് മാനേജ്മെന്റിനും പൊസിഷൻ സൈസിങ്ങിനും പ്രത്യേക പ്രാധാന്യമുണ്ട്. മാർക്കറ്റിലെ ചാഞ്ചാട്ടം അനുസരിച്ച് ട്രേഡ് ചെയ്യുന്ന തുകയിൽ മാറ്റം വരുത്തുകയാണ് ഇതിന്റെ പ്രധാന രീതി. അതായത് ബാൻഡുകൾ തമ്മിലുള്ള അകലം കൂടുതലാണെങ്കിൽ നഷ്ടം കുറയ്ക്കാൻ കുറഞ്ഞ തുകയ്ക്ക് മാത്രം ട്രേഡ് ചെയ്യുക. ബാൻഡുകൾ അടുത്തിരിക്കുമ്പോൾ കൂടുതൽ തുക ഉപയോഗിച്ച് ട്രേഡ് ചെയ്യാം. സ്റ്റോപ്പ് ലോസ് നിശ്ചയിക്കുമ്പോൾ എപ്പോഴും ബാൻഡുകൾക്ക് തൊട്ടു പുറത്തായിരിക്കണം. വാങ്ങുമ്പോൾ താഴത്തെ ബാൻഡിന് താഴെയും വിൽക്കുമ്പോൾ മുകളിലത്തെ ബാൻഡിന് മുകളിലുമായിട്ട് ചെയ്യുക. മുകളിലത്തെ ബാൻഡിനെ റെസിസ്റ്റൻസ് ആയും താഴത്തെ ബാൻഡിനെ സപ്പോർട്ടായും കണക്കാക്കാമെങ്കിലും ബ്രേക്ക്ഔട്ടുകളെ എപ്പോഴും ശ്രദ്ധിക്കണം. പ്രത്യേകിച്ച് ബാൻഡുകൾ വളരെ ചുരുങ്ങുന്ന അല്ലെങ്കിൽ സ്ക്വീസ് ചെയ്യുന്ന സമയത്ത് വലിയ വില മാറ്റങ്ങൾക്ക് സാധ്യതയുള്ളതിനാൽ കർശനമായ സ്റ്റോപ്പ് ലോസ് പാലിക്കേണ്ടതുണ്ട്. ട്രേഡിംഗ് ലോകത്തെ ഏറ്റവും ലളിതവും എന്നാൽ കരുത്തുറ്റതുമായ ഒരു ടൂളാണ് ബോളിഞ്ചർ ബാൻഡുകൾ. മാർക്കറ്റിലെ വിലയുടെ ചലനങ്ങളും
വോളറ്റിലിറ്റിയും കൃത്യമായി മനസ്സിലാക്കാൻ ഇത് നമ്മളെ സഹായിക്കുന്നു. എപ്പോൾ വാങ്ങണം, എപ്പോൾ വിൽക്കണം എന്നതിനെ കുറിച്ച് വ്യക്തമായ സൂചന നൽകുന്നതിനൊപ്പം റിസ്ക് കുറയ്ക്കാനുള്ള വഴികളും ഇത് കാണിച്ചു തരുന്നു. എന്നാൽ ഈ ഒരു ടൂൾ മാത്രം ഉപയോഗിക്കുന്നതിനേക്കാൾ വോളിയവും മറ്റ് ഇൻഡിക്കേറ്ററുകളും കൂടി പരിശോധിച്ച് ഉറപ്പുവരുത്തിയ ശേഷം മാത്രം തീരുമാനങ്ങൾ എടുക്കുന്നതാണ് ഏറ്റവും മികച്ച രീതി. കൃത്യമായ പ്ലാനിങ്ങും അച്ചടക്കവും ഉണ്ടെങ്കിൽ ബോളിഞ്ചർ ബാൻഡുകൾ നിങ്ങളുടെ ട്രേഡിംഗ് യാത്രയിൽ ഒരു വലിയ മുതൽക്കൂട്ടായിരിക്കും.